സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ദൈവികമായ പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വലിയ നിമിഷത്തെ ഏറ്റവും സന്തോഷത്തോടെ ഭക്തിയാദരങ്ങളോടെ സ്വീകരിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ തിരുവചനം ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്: ആത്മാവിൽ എളിമയും അനുതാപവും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അപ്പോൾ എളിമയും അനുതാപവും വലിയ ഭയഭക്തി ആദരങ്ങളോടുകൂടെ കർത്താവിൻ്റെ തിരുവചനം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നാം കേൾക്കുന്ന ഓരോ ദൈവവചനത്തോടും നാം വലിയ നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. നീതി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നു കൊണ്ടാകട്ടെ, ചിലപ്പോൾ വായിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതായിരിക്കാം. എങ്ങനെ ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മുടെ അടുക്കലേക്ക് ഒരു ദൈവവചനം അയക്കുമ്പോൾ ആ ദൈവവചനത്തെ നമ്മൾ നീതിയോടെ സമീപിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ, ആ കേൾക്കുന്ന ദൈവവചനം, നമ്മൾ സ്വീകരിച്ച ദൈവവചനം നമ്മളിൽ ബാക്കി വെക്കേണ്ടത് ഒരു പിടി ആശയങ്ങളല്ല, കുറച്ച് ബിബ്ലിക്കലായിട്ടുള്ള നോളജ് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഊർജമായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട മേഖലകളിലെ വെളിച്ചമായിട്ട് ആ വചനം മാറുമ്പോഴാണ് അത് ജീവനുള്ള വചനമായിട്ട് തീരുന്നത്, സാക്ഷ്യത്തിൻ്റെ വചനമായിട്ട് തീരുന്നത്. ഓരോ വചനത്തിലൂടെയും ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അതിനെ ജീവിക്കാനുള്ള ഊർജമായിട്ട് നാം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന അനുഗ്രഹം പൂർണ്ണാർത്ഥത്തിൽ നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആമുഖമായിട്ട് ഒരു തിരുവചനം ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം ബൈബിളുള്ളവരെല്ലാവരും എടുത്ത് വായിക്കണം. ഞാൻ എൻ്റെ ദേവാലയത്തിലെ കഴിഞ്ഞ കൺവെൻഷൻ ഓർത്തു പോവുകയാണ്. ട്രിവാൻഡ്രത്തു നിന്നുള്ളൊരു അച്ഛനാണ് കത്തീഡ്രലിൽ കൺവെൻഷനായിട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇതുപോലെ വചനം പെട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എടുത്ത് വായിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ബൈബിളില്ല. അപ്പോൾ അച്ഛൻ ഹാസ്യരൂപേണ ഒരു ആക്ഷേപം ഞങ്ങൾ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ഇവിടെ കൂടെ പറയുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്കൊന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഞാനതൊന്ന് ഷെയർ ചെയ്യുകയാണ്. അച്ഛൻ പറഞ്ഞതിങ്ങനെയാണ്: പണ്ട് ഒരു അപ്പച്ചൻ മലബാർ സുൽത്താൻ ബത്തേരി മേഖലയിൽ എവിടെയോ എന്തോ ഒരു ആവശ്യത്തിന് വരികയുണ്ടായത്രേ. വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ ഓർക്കുന്നത്, പിറ്റേ ദിവസം സൺഡേ ആണ്, അപ്പച്ചന് അടുത്തുള്ള ദേവാലയത്തിൽ പോയേ പറ്റൂ. അപ്പച്ചൻ കറകളഞ്ഞ ഓർത്തഡോക്സുകാരനാണ്. അപ്പോൾ അപ്പച്ചൻ അടുത്തുള്ളൊരു കടക്കാരൻ ചേട്ടനോട് ചെന്ന് ചോദിച്ചു, എന്നെ സഹായിക്കാമോ? നാളെ എനിക്ക് ഇവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയിൽ കുർബാന കൂടാൻ പോകണം. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. അപ്പച്ചനോട് പറഞ്ഞു, നാളെ രാവിലെ ഒരു വെളുപ്പിനെ തന്നെ ഒരു 6:30 ആകുമ്പോൾ 6:30-7 മണിയോടുകൂടി അപ്പച്ചൻ ഈ ജംഗ്ഷനിൽ വന്ന് നിൽക്ക്. അപ്പോൾ നല്ല വെളുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് കയ്യിൽ വേദപുസ്തകവും ആരാധനാ പുസ്തകവും പാട്ടുപുസ്തകവും ഒക്കെ ആയിട്ട് അച്ചടക്കത്തോടുകൂടെ ഒരു കൂട്ടം മനുഷ്യർ പോകുന്ന കാണാം. അച്ഛൻ അവരുടെ കൂടെ പോകണ്ട, അവർ പെന്തക്കോസ്തുകാരാണ്. കുറച്ച് കഴിയുമ്പം തൊട്ടുപുറകെ തന്നെ കളർ വസ്ത്രമൊക്കെ ഇട്ട് ബൈബിളും ആരാധനാക്രമവും ഒക്കെ ആയിട്ട് ഇതുപോലെ അച്ചടക്കത്തോടുകൂടെ വേറെ കുറച്ച് മനുഷ്യർ വരും. അപ്പച്ചൻ അവരുടെ കൂടെയും പോകരുത്, കാരണം അവർ മർത്തോമക്കാരാണ്. അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ആരാധനാക്രമമൊക്കെ ആയിട്ട് വേറെ കുറേ ആൾക്കാർ വരും. അവരുടെ കൂടെയും പോണ്ട, അവർ കാത്തലിക്സ് ആണ്. പിന്നെ ഒരു 9:30, 9:45, 10 മണിയാവുമ്പം പൊട്ടന്മാരാട്ടം കാണാൻ പോകുന്ന പോലെ ഒരു കൂട്ടർ വരും. അപ്പച്ചൻ അവരുടെ കൂടെ പോയിക്കോ, കാരണം അവർ ഓർത്തഡോക്സുകാരാണ്. ഇത് നമ്മൾ ശരിക്കും ചിരിക്കാനുള്ള കാര്യമല്ല, നമ്മളത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ വചനം കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവിക സംവിധാനങ്ങളെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിനെ ബഹുമാനിക്കുന്ന തരത്തിൽ ബൈബിളൊക്കെ ആയിട്ട് വന്നാൽ നന്നായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഞാനും ഒന്ന് ജാളിതപ്പെട്ടു, കാരണം എൻ്റെ കയ്യിലും ബൈബിൾ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആ ശീലമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈബിളുള്ളവരെടുത്ത് വായിക്കുക. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. ആ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്, ഗർവിഷ്ഠനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യത്തിൻ്റെ
ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. കാരണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു സാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിന്, ഒരു മനുഷ്യ ജീവിതത്തിന് അനേകം സാധ്യതകളുണ്ട്, അനേക സാധ്യതകൾ. അതിൽ പ്രധാനപ്പെട്ട 2 സാധ്യതയാണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാം, ഏറ്റവും ഫ്ലോപ്പായിട്ട് അവസാനിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും മോശമായി തുടങ്ങിയാലും നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിനുണ്ട്. ഒന്നാമത്തേത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, നന്നായി തുടങ്ങിയാലും മോശമായിട്ട് അവസാനിപ്പിക്കാൻ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിനുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദിമ മാതാപിതാക്കളായ ആദമും ഹവ്വയും ഒക്കെ. ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട ഒരു വിളിയിലേക്ക്, ദൈവസാന്നിധ്യത്തിൻ്റെ ആ അഭൗമമായ തേജസ്സിലേക്ക്, നിരന്തര സഹവാസത്തിലേക്കെല്ലാം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടും സാത്താൻ്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം അതിദാരുണമായി ഒരു ട്രാജഡിയായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ അരുമശിഷ്യനായിരുന്ന യൂദാസ് ഇസ്കറിയോത്ത, എന്തോ ഒരു വലിയ ഭാഗ്യപ്പെട്ട ദൈവവിളിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ അതിദാരുണമായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അതുപോലെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലും വലിയൊരു ചരിത്ര വിളിയിലേക്ക് ദൈവികമായി വിളിക്കപ്പെട്ടിട്ടും അനുസരണക്കേടും അഹങ്കാരവും മൂലം തൻ്റെ വിശുദ്ധി കളഞ്ഞ് ദാരുണമായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ, കുറച്ച് മോശമായിട്ട് തുടങ്ങിയാലും ഏറ്റവും മനോഹരമായിട്ട് എക്സലൻ്റായിട്ട് ജീവിതം അവസാനിപ്പിക്കാനും ഒരു സാധ്യത നമ്മുടെ കൈകളിലുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശമരിയാക്കാരി സ്ത്രീ, മഗ്ദലന മറിയം, പൗലോസായി മാറിയ ശൗൽ. ഇവരെല്ലാം നമ്മുടെ മുമ്പിൽ ഉദാത്തമായ മാതൃകകളാണ്. പാപികളായിരുന്നെങ്കിലും തകർച്ചയിലൂടെ ആയിരുന്നെങ്കിലും എക്സലൻ്റായിട്ട് ഏറ്റവും വിശുദ്ധിയോടുകൂടെ വിശുദ്ധരായിട്ട് അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഞാനിതെല്ലാം സൂചിപ്പിച്ച് വിരൽ ചൂണ്ടുന്നത് ഇന്നേ ദിവസം ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ബരമേൽപ്പിച്ച ഒരു വചനത്തിൻ്റെ ആമുഖമായിട്ടാണ്. ഇന്നത്തെ ദിവസം ചിന്തിക്കാനായിട്ട് നമ്മളെടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. ബൈബിളുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക ആ വചനങ്ങൾ. ഞാനത് വായിക്കാം. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ തിരുവചന ഭാഗം നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടെങ്കിലും ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഒരുപാട് ആത്മീയമായ ദൂതുകൾ ഈ വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ 2 കള്ളന്മാരെ വളരെ ആഴത്തിൽ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് ഇതിലെ ഒരു കള്ളൻ വിശുദ്ധനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീർന്നതെന്ന് നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ ഈ കള്ളന്മാരുടെ സ്വഭാവത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ഒരു വശത്തെ കള്ളൻ പറയുകയാണ്, നീ ദൈവമാണെങ്കിൽ എന്നെയും നിന്നെയും രക്ഷിക്കാം. മറ്റേ കള്ളൻ നിശബ്ദനായിട്ട് ഇത് കേട്ടിട്ട് പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആശയം ഇതാണ്. ഇതിലെ ഒരു കള്ളൻ ദൈവത്തെ തൻ്റെ ബുദ്ധിയിലൂടെ കാണാൻ ശ്രമിച്ചു. എന്നാൽ മറുവശത്തെ കള്ളനാകട്ടെ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണുകയാണ് ഉണ്ടായത്. ബുദ്ധിയിൽ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലോജിക്കലായിട്ട് ദൈവിക രഹസ്യങ്ങളെ സമീപിക്കുന്നതാണ് ബുദ്ധിയിൽ കാണുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ അനന്തജ്ഞാനത്താൽ സൃഷ്ടിച്ച് ഇത്ര ഭംഗിയായിട്ട് ചിട്ടയായിട്ട് ഇതിലെ ഓരോ ക്രമങ്ങളും പ്രകൃതിയുടെ താളങ്ങളെയെല്ലാം രൂപപ്പെടുത്തിയ സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കകത്ത് പരിമിതപ്പെടണം എന്ന് ചിന്തിക്കുന്നത് ബാലിശമല്ലേ? അങ്ങനെ നമ്മൾ ദൈവവചനത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ് ഈ ലോജിക്കൽ തിങ്കിങ് നമ്മളെ കൊണ്ട് നയിക്കുന്നത് സാത്താൻ്റെ വലിയൊരു ചതിക്കുഴിയിലേക്കാണ്. നമ്മൾ ക്രമേണ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ശാസ്ത്രത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും എല്ലാം കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കും. ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെടും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവേ, നീ ഇവ ശിശുക്കളിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ച്
നീ ഇത് ബുദ്ധിമാന്മാരിൽ നിന്ന് ജ്ഞാനികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതായത് ബുദ്ധിയോടെയും ജ്ഞാനത്തോടെയും അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ലോജിക്കലി ടാലി ചെയ്ത് കിട്ടണമെന്നുള്ള രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ നിന്ന് മറയും. ഒരു ശിശുക്കളെ പോലെ ചെല്ലുന്നവർക്ക് എന്താണ് ശിശുക്കൾ എന്ന് കർത്താവ് പറഞ്ഞത്? അത് അക്ഷരാർത്ഥത്തിൽ ഒരു ശിശുവിനെയല്ല, മറിച്ച് ശിശു സഹജമായ ഒരു നിഷ്കളങ്കമായ വിശ്വാസം. നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനോട്, ശൈശവത്തിലുള്ള കുഞ്ഞിനോട് പറയുകയാണ് ഈ കട്ടിലിനടിയിൽ ഒരു ആനയുണ്ടെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കും ആനയുണ്ടോ എന്ന്. അത്രമേൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആ ശിശു സഹജമായ ഒരു ഓപ്പൺ മൈൻഡോടുകൂടെ നമ്മൾ ദൈവവചനത്തെ സമീപിക്കണം. വിശ്വാസത്തിൽ ദൈവത്തെ കണ്ട കള്ളൻ, അതിന് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മെസ്സേജാണ് കൊടുത്തത്. പുരുഷൻ്റെ ബന്ധം കൂടാതെ പരിശുദ്ധ റൂഹായാൽ നിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഇതുപോലെ ലോജിക്കലി തിങ്ക് ചെയ്ത് അതെങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ എന്നുള്ള രീതിയിൽ സമീപിച്ചിരുന്നെങ്കിൽ രക്ഷകനും നാഥനുമായ യേശുവിനെ ഇന്ന് നമുക്ക് ലഭിക്കുമായിരുന്നോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പം ദൈവമായതുകൊണ്ട് നീ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ഒരു ലിമിറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. വലിയ തുറവിയോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ സമീപിക്കുവാൻ ഈ കള്ളൻ നമ്മോട് പറയാതെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഈ കള്ളന്മാരിലേക്ക് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഇതിൽ ഒരു കള്ളന് സഹനങ്ങൾ അവസരങ്ങളായിരുന്നു, എന്നാൽ മറ്റേ കള്ളന് സഹനങ്ങൾ ട്രാജഡിയായിട്ട് മാറി. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രണ്ട് കള്ളന്മാർക്കും അനുവദിക്കപ്പെട്ടത് ഒരേ രീതിയിലുള്ള, ഒരേ ആഴത്തിലുള്ള സഹനമായിരുന്നു. എന്നാൽ ഒരാൾക്ക് അത് വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറി, എന്നാൽ മറ്റൊരാൾക്ക് അത് വലിയ ട്രാജഡി ആയിട്ട് തന്നെ അവശേഷിച്ചു. എന്തുകൊണ്ടാണത്? നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ സഹനം അനുവദിക്കുമ്പോഴും ദൈവം നമ്മോട് എന്തോ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ആ സഹനത്തിന് മധ്യേ ദൈവം നിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഒരു സഹനം അനുഗ്രഹമായിട്ട് മാറുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ കള്ളൻ ഈ ക്രൂശുമരണം വന്നില്ലായിരുന്നെങ്കിൽ ഇവനിങ്ങനൊരു വിശുദ്ധനായിട്ട് ഇത്ര ഭാഗ്യപ്പെട്ട ഒരു അന്ത്യം ലഭിക്കുമായിരുന്നോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സഹനമല്ലേ അവന് ഈ വലിയൊരു ഭാഗ്യത്തിന് മുഖാന്തരമായി തീർന്ന വഴി. അതുപോലെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കുറവുള്ളിടങ്ങളിലായിരുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ വലിയ സാമീപ്യം ലഭിച്ചതും കർത്താവിൻ്റെ കരങ്ങൾ കൊണ്ടുള്ള ആ വലിയ ആത്മീയമായ സൗഖ്യവും സാന്ത്വനവും ആശ്വാസവും സന്തോഷവും എല്ലാം ലഭിച്ചത് ആർക്കാ? സഹനമുള്ള രോഗികൾക്കും കുറവുള്ളവർക്കും. കാനായിലെ സഹനത്തിലൂടെ കടന്നുപോയ ഒരു കുറവുണ്ടായിരുന്ന കല്യാണ വീടിനുമെല്ലാമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിനെതിരെ മറുതലിക്കാനുള്ളൊരവസരമല്ല, മറിച്ച് അതിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കൃപ എന്താണെന്ന് കണ്ടെത്തി നമ്മളെ തന്നെ ആ സഹനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറും. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആലക്തികാഘാതം പോലെ അടിക്കടി വലിയ സഹനങ്ങൾ, എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സഹനങ്ങളൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ അതിനെ ലോകപ്രകാരം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും പോയി. അവസാനം ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ദൈവവചനത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്, അതിൽ നിന്ന് കൃപയും ഈ സഹനത്തിൻ്റെ അർത്ഥവും എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒരു ശുദ്ധീകരണ കാലഘട്ടം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നും ആത്മീയത എന്താണെന്നും എല്ലാം ദൈവം പഠിപ്പിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളോട് ഈ തിരുവചനം പ്രസംഗിക്കുവാനും പ്രാപ്തയായത്. അതുകൊണ്ട് സഹനങ്ങളെ പൂർണ്ണ മനസ്സോടെ നാം ഏറ്റെടുക്കണം. അതിലേക്ക് നോക്കി നമ്മൾ നിരാശരാകരുതെന്ന് ഇതിലൊരു കള്ളൻ നമ്മളോട് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ സന്ദേശം, ഇവരിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ഇതിൽ ഒരു കള്ളന് ദൈവഭയം ഇല്ലായിരുന്നു, മാത്രമല്ല അഹങ്കാരവും ഉണ്ടായിരുന്നു. നീ ദൈവമാണെങ്കിൽ ആ കർത്താവിനെ സംബോധന ചെയ്യുന്ന കർത്താവിനെ അവൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത ആ ലാഘവം എല്ലാം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. നിന്നെ രക്ഷിക്ക്, എന്നെയും രക്ഷിക്കുക. അഹങ്കാരം, ദൈവഭയമില്ലായ്മ. എന്നാൽ മറുവശത്തെ കള്ളനെ ശ്രദ്ധിക്കുമ്പോൾ അവൻ ഈ ദുഷിച്ചു പറഞ്ഞ കള്ളനോട് പറയുന്നുണ്ട്, സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായതിനാണ് ശിക്ഷ അനുഭവിക്കുന്നതെന്ന്. അപ്പോൾ അവനിൽ
താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച്, താൻ പാപിയാണെന്നുള്ള ആഴത്തിലുള്ള ബോധം ഉണ്ടായിരുന്നു. ആ പാപബോധമാണ് അവനെ വിശുദ്ധിയിലേക്കും വിശുദ്ധനായിട്ടും മാറ്റിമറിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവാനുഭവത്തിൻ്റെ ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ നമ്മളിലേക്ക് നോക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ്, ഞാൻ ശരിയാണ്, ഞാൻ കാണുന്ന കാഴ്ചപ്പാടുകൾ ശരിയാണ്, എൻ്റേത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് നാം നമ്മെ കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മളെ ഒന്ന് പരിശോധിച്ച് ശുദ്ധി ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇപ്പുറത്തെ കള്ളൻ അവൻ്റെ പാപങ്ങളിലേക്ക് നോക്കി ഞാൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവ സാന്നിധ്യത്തിൻ്റെ യഥാർത്ഥത്തിൽ ദൈവം നമ്മെ സ്പർശിച്ചാൽ ആദ്യമുണ്ടാകുന്ന അനുഭവം പാപബോധമാണ്. അതിന് നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള 2 എക്സാമ്പിൾ ജീവൻ്റെ പുസ്തകം കാണിച്ചു തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകനെ എല്ലാവർക്കും അറിയുമായിരിക്കാം. BC 8-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി ഭാഗത്തോളം യൂദയായിലും ജെറുസലേമിലും നടന്ന്, തെരുവോരങ്ങളിലൂടെ നടന്ന് രാപ്പകലില്ലാതെ ആ പ്രവാചകൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, പ്രവചനം കൊടുത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാപം ചെയ്യുന്നു, നിങ്ങൾക്ക് ദുരിതം. അപ്പോൾ എപ്പോഴോ യെശയ്യാ പ്രവാചകൻ താൻ പെർഫെക്റ്റ് ആണെന്ന് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവണം. കാരണം അത്ര തീക്ഷ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാപം ചെയ്യുന്നു, പിന്തിരിയണം, മാനസാന്തരപ്പെടണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം, ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യാ പ്രവാചകന് തൻ്റെ ദർശന വരത്തിൽ വലിയൊരു സ്വർഗീയ ദർശനം ലഭിക്കുകയാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ ആ പൂർണ്ണ തേജസ്സോടുകൂടി ശ്രോപ്പന്മാരുടെ മധ്യത്തിൽ യെശയ്യാ പ്രവാചകൻ കണ്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ ലാംഗ്വേജ് ഉടനെ മാറുകയാണ്. യെശയ്യാ പ്രവാചകൻ പിന്നീട് പറയുന്നത്, അയ്യോ എനിക്ക് ദുരിതം, എനിക്ക് ദുരിതം, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾക്ക് മധ്യേ വസിക്കുന്നവനുമാണ് ഞാൻ. ഇത്രയും കാലം മറ്റുള്ളവരിലെ പാപത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച പ്രവാചകൻ വലിയ ദൈവാനുഭവം കിട്ടിയപ്പോൾ, ദൈവ സാന്നിധ്യം അറിഞ്ഞപ്പോൾ പറയുകയാണ്, അയ്യോ എനിക്ക് ദുരിതം. അതുപോലെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും മത്സ്യമൊന്നും കിട്ടാതെ മടുത്ത് വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് കർത്താവ് ഒരു സ്ട്രേഞ്ചറെ പോലെ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്ന് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ പ്രകാരം വല എറിഞ്ഞപ്പോൾ വല നിറച്ചും മീൻ ലഭിച്ചു. അപ്പോൾ ഒരു പക്ഷേ പത്രോസ് ഈ സ്ട്രേഞ്ചറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടാവും. ആ കണ്ണുകൾ തമ്മിൽ ഒന്ന് പരസ്പരം നോക്കിയപ്പോൾ പത്രോസിൽ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് നീ എന്നെ വിട്ടു പോകണമേ, നീ എൻ്റെ അടുത്ത് നിന്ന് മാറണമേ, നീ പരിശുദ്ധനാണ്, ഞാൻ മഹാപാപിയാണ്. അപ്പോൾ ഈ പാപബോധം ആത്മാർത്ഥമായിട്ട്, നമ്മളിങ്ങനെ വിനയത്തിന് വേണ്ടി പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് അനുദിനം അനുനിമിഷം കർത്താവേ ഞാൻ പാപിയാണെന്ന് അനുതാപത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തൊട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഈ പാപബോധം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതൊന്നല്ല. ദൈവസാന്നിധ്യം നാം കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രേസിനായിട്ട്, ഈ കൃപയ്ക്കായിട്ട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപം എന്നുള്ള കൃപ നമ്മളിലേക്ക് നിറയുകയും നമ്മൾ എത്ര പാപിയാണെന്നുള്ള ബോധ്യം നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാക്കുകയും ചെയ്യും. 4-മതായിട്ട് നമുക്ക് ഇവിടെ കാണാം, ഇതിൽ ഒരു കള്ളൻ തൻ്റെ മരണക്കിടക്കയിലായിരുന്നിട്ടും മരണത്തോടടുത്ത നിമിഷത്തിലായിട്ടും അവൻ അവിടെ കിടന്നുകൊണ്ട് സുവിശേഷം പറയുകയാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ ദൈവത്തിനായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദുഷിച്ചു പറയുന്ന കള്ളനോട് അവൻ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. മറുവശത്തെ കള്ളൻ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ എന്താണ് ദൈവത്തെ ഭയപ്പെടാത്തത്? ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ ഒന്നും ചെയ്യാതെയാണ് ശിക്ഷ അനുഭവിക്കുന്നത്, നാം ചെയ്ത തെറ്റിനല്ലേ നാം ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചെല്ലാം അവൻ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന്. അപ്പോൾ തൻ്റെ മരണക്കിടക്കയിലും കിടന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുകയാണ്. തൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാക്കി മറ്റുള്ളവർക്ക് അവൻ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിൽ നാം വളരെ ബോധപൂർവം ഏറ്റെടുക്കേണ്ടുന്ന ഒരു തീരുമാനമുണ്ട്. നമ്മൾ എപ്പോഴും കിട്ടുന്ന അവസരത്തിലെല്ലാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കിട്ടുന്ന അവസരത്തിലെല്ലാം ബോധപൂർവം നമ്മുടെ സംസാരങ്ങളിൽ ക്രിസ്തുവിനെ കൊണ്ടുവരണം. അത് ക്രൈസ്തവരോടായിക്കോട്ടെ അക്രൈസ്തവരോടായിക്കോട്ടെ, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ബോധപൂർവം നമ്മൾ ദൈവത്തെ ഏറ്റുപറയാൻ ശ്രമിക്കുമ്പോൾ വലിയ വിടുതലുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.
ദൈവത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായ ഒരു മിറക്കിൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ വളരെ ജീവത്തുടിപ്പോടുകൂടി നിൽക്കുകയാണ്. അതുപോലെ ഏറ്റു പറയാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ നഷ്ടവും ഞാൻ പങ്കുവയ്ക്കാനൊന്ന് ശ്രമിക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ നാട്ടിലൊരു വീട് വെക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എബ്രോഡാണ്. വീട് പണി തുടങ്ങി. അതിൻ്റെ മേൽനോട്ടമെല്ലാം ഞാൻ നാട്ടിലായതുകൊണ്ട് എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. വീടിൻ്റെ തറമണിയൊക്കെ കഴിഞ്ഞു. കട്ടില വെക്കേണ്ട സമയമായപ്പോൾ ഈ വീട് നമ്മൾ പണി കൊടുത്ത കോൺട്രാക്ടർ വന്നിട്ട് ഏകദേശം ആ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ചൊവ്വാഴ്ച നല്ല ദിവസമാണ്, ജ്യോതിഷപ്രകാരം നല്ല രാശിയുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ആ സമയം ഒരു 10 മണിയോടടുത്ത സമയം വളരെ നല്ല മുഹൂർത്തമാണ്, നമുക്ക് ആ സമയം കട്ടിള വയ്ക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയോടുള്ള ആ അഗാധമായ സ്നേഹം ഉള്ളിൽ കിടക്കുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച വേണ്ട, ബുധനാഴ്ച മതി, ബുധനാഴ്ച രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കട്ടിള വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്പം നീരസത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ചൊവ്വാഴ്ച മതി, ഇല്ലെങ്കിൽ ചില അനർത്ഥങ്ങളോ അപകടങ്ങളോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് അനർത്ഥം വന്നാലും അപകടം വന്നാലും ചൊവ്വാഴ്ച വേണ്ട, അത് 1-ാം ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ്, പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ അത്ര ബോധ്യം എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കില്ലാത്തതുകൊണ്ട് അവർക്കും എന്നോട് ചെറിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ആ തീരുമാനം എൻ്റെ ഇഷ്ടത്തിന് ചൊവ്വാഴ്ച രാവിലെ ഫിക്സ് ചെയ്തു. ബുധനാഴ്ച രാവിലെ ഫിക്സ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞിന് വലിയ ഹൈ ഗ്രേഡ് പനി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ പെട്ടെന്ന് വളരെ നോർമലായിരുന്ന കുഞ്ഞിന് വലിയ രീതിയിലുള്ള ഈ ഫീവർ കണ്ടപ്പോൾ ഞാൻ ടെൻസ്ഡായി. ഞാൻ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവളെ കണ്ട വഴി ഡോക്ടർ പറഞ്ഞു, ദിസ് ഈസ് സംതിങ് ക്രിട്ടിക്കൽ, ഇത് നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഫീവറാണ്. ഈ ഏജിൽ ഇത്രയും ഹൈ ഗ്രേഡ് ഫീവർ എന്ന് പറയുമ്പം അത് എന്തോ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകണം, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവളെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അഡ്മിഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ എടുക്കുന്നു, അവളെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. കുറേ ബ്ലഡ് ടെസ്റ്റിന് ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു മെനിഞ്ചൈറ്റിസ് ഒക്കെ സസ്പെക്റ്റ് ചെയ്ത് അതിനുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി അവർ ബ്ലഡൊക്കെ അയക്കുകയുണ്ടായി. ഞാൻ ഇവളെ കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് എനിക്ക് എൻട്രി ഇല്ല. ഞാൻ പുറത്തിരുന്ന് അക്ഷരാർത്ഥത്തിൽ ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. പരിസരബോധം പോലും ഇല്ലാതെ ഞാൻ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, 1-ാം ന്യായപ്രമാണ ലംഘനം തന്നെ ആയിരുന്നില്ലേ അത്? എൻ്റെ മോളിന്ന് അഡ്മിറ്റായാൽ നാളത്തെ കട്ടിളവെപ്പ് മുടങ്ങിയാൽ ആ കോൺട്രാക്ടർ ജയിച്ച പോലെ ആവില്ലേ? ജ്യോതിഷവും ആഭിചാരവും എല്ലാം ജയിച്ച പോലെ ആവില്ലേ? നിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? മറ്റുള്ളവരെ എല്ലാം ഒന്ന് മറികടന്ന് ഒരു ഇച്ചിരി സ്വാതന്ത്ര്യത്തോടും ധൈര്യത്തോടും കൂടെ ഞാനത് ഫിക്സ് ചെയ്തിട്ട് എന്നെ നീ ഇങ്ങനെ സങ്കടത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് അവളൊന്ന് സെറ്റിലായപ്പം അവളെ റൂമിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഡോക്ടർ മാറ്റുകയുണ്ടായി. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ഒരിക്കൽ കൂടെ ഞാൻ ആ റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ വാതോരാതെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യവും മെഡിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിന്ന് പോയേ പറ്റൂ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ഡോക്ടർ ആകെ ഷോക്ക്ഡായി. എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ജീവനേക്കാൾ എന്ത് എമർജൻസിയാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ അടുത്താണ് വീട്, എന്തെങ്കിലും എമർജൻസി വന്നാൽ ഞാൻ കൊണ്ടുവന്നോളാം. മെഡിസിൻ കൊടുത്ത് അവളെ ഡോക്ടർ ഇന്ന് വിട്ടേ പറ്റൂ, നാളെ രാവിലെ 10 മണിക്ക് ശേഷം ഞാൻ വന്ന് അവളെ അഡ്മിറ്റ് ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഡോക്ടർ ആ OP ബുക്കിൽ നീട്ടി വലിച്ചെഴുതി, ദിസ് ഈസ് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഡിസ്ചാർജാണ്. അദ്ദേഹം പറയാതെ പറയുകയാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റൽ അതിന് ഉത്തരവാദിയല്ല. അങ്ങനെ ഞാനൊരു വാശിയോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയും വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ ഉറങ്ങുകയും ചെയ്തു. ഉറക്കിക്കിടത്തി അവളുടെ അടുക്കലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ എന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ബൈബിൾ തുറക്കുകയുണ്ടായി. അത് POC ബൈബിൾ ആയതുകൊണ്ട് മറച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യമാണ്. കർത്താവേ, മരുന്നോ ഔഷധലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്നുള്ളൊരു വചനമാണ് എൻ്റെ കണ്ണിലേക്ക് കിട്ടിയത്. ഞാൻ ആ വചനം വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്തു. എന്തെന്നില്ലാത്ത ധൈര്യം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് മറ്റൊരു കുഞ്ഞായിട്ടായിരുന്നു. ടോട്ടലി നോർമലായിട്ട്, കയ്യിൽ ക്യാനുലൊക്കെ ഉണ്ട്, എന്നാലും ഒത്തിരി നോർമലായിട്ട് അവൾ കളിക്കുന്നു, ആക്റ്റീവായിട്ട് ഒക്കെ ഇരുന്നു. അന്ന് രാത്രി അവൾ ശാന്തമായിട്ട് ഉറങ്ങി, പനിച്ചതേയില്ല. പിറ്റേന്ന് രാവിലെയും അവൾ ടോട്ടലി നോർമലാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അന്ന് രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും കുർബാന കഴിഞ്ഞ് വന്ന് ഈ കട്ടില വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവളുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം
റെഡിയായിരുന്നു. അതെല്ലാം വാങ്ങി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഞങ്ങൾ 3 പേരെയും ഒന്ന് മാറി മാറി നോക്കി. കാരണം ഒരു കോൾഡ് വരുമ്പോൾ പോലും അല്പം റേസ് ആകാമാവുന്ന ESR റേറ്റ് പോലും പക്ക നോർമൽ ലെവലിൽ തന്നെ കാണുകയാണ്. അപ്പോൾ ഡോക്ടർക്കും വലിയ സർപ്രൈസ്ഡായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഷീസ് ഓൾ റൈറ്റ്, ഇനി സമയങ്ങളിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു 5 ഡേയ്സ് ഇഞ്ചക്ഷൻ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതിയെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആ 1-ാം ന്യായപ്രമാണത്തിൻ്റെ സീരിയസ്നെസ് അറിയാതെ ആ കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ച് ജ്യോതിഷത്തെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ കട്ടിള ചൊവ്വാഴ്ച രാവിലെ വെച്ചിരുന്നെങ്കിൽ അന്ന് ഉച്ച കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് തുടങ്ങിയ പനി അങ്ങനെ ഇങ്ങനെ സൗഖ്യപ്പെടുമായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയൊരു മെഡിക്കൽ മിറക്കിളായിരുന്നു അത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കാൻ, കർത്താവിനെക്കുറിച്ച് സംസാരിക്കാൻ ബോധപൂർവം ഞാൻ മടിച്ച ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടാക്കിയ ഒരു ട്രാജിക്കായിട്ടുള്ള മൊമെൻ്റ് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠനം കഴിഞ്ഞ് മൈസൂർ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ, അതൊരു ബ്രാഹ്മണ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ബ്രാഹ്മിൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് അതിലൊരു മലയാളി ക്രിസ്ത്യനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ അവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ പേര് ഞാൻ ബോധപൂർവ്വം ഇവിടെ പറയുകയാണ്, അശ്വത. എനിക്കറിയാം അവൾ എന്തൊക്കെയോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുഞ്ഞാണ്. ആ ഏജിലൊന്നും താങ്ങാൻ പറ്റാത്ത വലിയ സഹനങ്ങളിലൂടെ അവൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയം. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൾ ഓടിക്കിതച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്ന, നിൻ്റെ ദൈവം ജീസസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് ജീസസിനോട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? പക്ഷേ അന്ന് ഇത്ര ബോധ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതൊരു ശല്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടും ഞാൻ പിന്നെ പറയാം, അങ്ങനെ എന്തോ ഒരു സില്ലി എക്സ്ക്യൂസ് പറഞ്ഞ് മാറി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ വെക്കേഷനായിട്ട് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വന്ന ഫോൺ കോൾ ഇതായിരുന്നു, അശ്വത സൂയിസൈഡ് ചെയ്തു. അതിനുശേഷം ഈ ദൈവികമായ ബോധ്യങ്ങളിലേക്കെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാലം എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ട്രാജിക്കായിട്ടുള്ള ഒരു ഇൻസിഡൻ്റായിട്ട് അത് ഇന്നും എൻ്റെ ഹൃദയത്തിൽ അവശേഷിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ എടുത്ത് കർത്താവിനെ അവൾക്കൊന്ന് പരിചയപ്പെടുത്തി ഒരു ഇംഗ്ലീഷ് ബൈബിൾ അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നേനെ. കാരണം ഒരാൾക്ക് ക്രിസ്തുവിനെ കൊടുത്താൽ അവൻ്റെ ജീവിതം ഏറ്റെടുക്കേണ്ടുന്ന ബാധ്യത പിന്നെ ക്രിസ്തുവിൻ്റേതാണ്. അവളെ ഏറ്റെടുത്തേനെ, സൗഖ്യപ്പെടുത്തിയേനെ, അവളെ ആശ്വസിപ്പിച്ചേനേമായിരുന്നു. പക്ഷേ അത് വലിയൊരു ട്രാജഡിയായിട്ട് അവസാനിച്ചു. ഞാൻ ഈ 2 അനുഭവങ്ങളും പങ്കുവെക്കുന്നത് നമ്മൾ ഇനി ബോധപൂർവം കിട്ടുന്ന സാഹചര്യത്തിൽ തകർച്ചയിലും സഹനത്തിലും എല്ലാം ഇരിക്കുന്നവരോട് പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അറിയുന്ന വചനമൊക്കെ പറഞ്ഞു കൊടുക്കണം. ബാക്കി കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് ദൈവത്തെ ബോധപൂർവമായിട്ട് എവിടെയായിരുന്നാലും മഹത്വപ്പെടുത്തണം, ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. 5-ാമതായിട്ട് നമ്മൾ കാണുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കള്ളൻ വലിയ പ്രത്യാശയുള്ളവനായിരുന്നു. മരണത്തോടടുത്ത്, മരണത്തെ തൊട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും അവന് വലിയ ടെൻഷനൊന്നും കാണുന്നില്ല. വളരെ കൂളായിട്ട് കർത്താവിനോട് വലിയ സന്തോഷത്തിൽ സംസാരിക്കുകയാണ്. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നെല്ലാം. നമ്മൾ ഇപ്പോൾ ഒരു മരണക്കിടക്കയിലാണ്, അതും മരണത്തേക്കാൾ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഡെത്തിലേക്ക് നമ്മൾ സമീപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആ കള്ളൻ ചെയ്തത്. യഹൂദരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതായത് തങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുന്ന മിശിഹ വരുമ്പോൾ, മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ തങ്ങളുടെ മരിച്ചുപോയവരെ അവൻ ഉയർപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഒരു പക്ഷേ തൻ്റെ ചെറുപ്പകാലത്തിൽ എപ്പോഴോ അവൻ്റെ പിതാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ബോധ്യമായിരിക്കാം ഇത്. അവൻ ആ ബോധ്യത്തെ ആഴത്തിൽ ഏറ്റെടുത്തു. ഒരു ഉയർപ്പ് തനിക്കുണ്ട്, മരിച്ചാലുമുള്ളൊരു ജീവിതമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് നിത്യജീവനെക്കുറിച്ച് ശക്തമായ ബോധ്യവും വിശ്വാസവും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് വളരെ പ്രത്യാശയോടുകൂടെ അവൻ സംസാരിക്കുകയാണ്. ഈ വചനം നമ്മോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. നമ്മുടെ മുമ്പിൽ അനേകം പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മാത്രമുള്ള അനേകം പ്രശ്നങ്ങൾ. ഈ ലോകപ്രകാരം നമുക്ക് ഒരു സൊല്യൂഷനും കണ്ടെത്താനാകാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ഞാനും നിങ്ങളും. പക്ഷേ നമ്മൾ അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് ദൈവം തുടങ്ങുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് ഡെഡ് എൻഡ് ആയിക്കോട്ടെ, ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ അതിനൊരു 1000 സൊല്യൂഷൻ ഉണ്ടെന്ന് ഈ വചനം
പ്രത്യാശ അറ്റുകിടക്കുന്ന അവസാന നിമിഷവും ആ കള്ളനിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആറാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. വലിയ ശ്രദ്ധ നമുക്ക് ആവശ്യമുള്ള ഒരു പോയിൻ്റാണിത്. ആറാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു കള്ളൻ റിസീവിങ് എൻഡിൽ നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്നാൽ മറ്റു വശത്ത് കിടന്ന് അനുഗ്രഹിക്കപ്പെട്ട കള്ളൻ എന്ന് പറയുന്നത് ഗിവിങ് എൻഡിൽ നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. കുറച്ചുകൂടെ ആത്മീയമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു കള്ളൻ നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് അവശേഷിച്ചു. എന്നാൽ മറ്റേ കള്ളൻ യഥാർത്ഥത്തിൽ ഒരു ദൈവാരാധകനായിരുന്നു. നമ്മൾ എപ്പോഴും ഓർക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഒരു കള്ളൻ റിസീവിങ് എൻഡിൽ നിന്നു എന്ന് പറയുന്നത്. കാരണം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അവന് ദൈവത്തിൽ നിന്ന് എന്തോ വേണം, എന്നെ രക്ഷിക്കുക, എനിക്കൊരു രക്ഷത. അവൻ്റെ കാര്യം എന്നുള്ളതായിരുന്നു അവൻ്റെ അവസാന നിമിഷത്തിലുമുള്ള ഒരു നിലപാട്. എന്നാൽ മറുവശത്തെ കള്ളൻ ആ കിട്ടിയ സാഹചര്യത്തിൽ എന്ത് കൊടുക്കാമെന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പുറത്തെ കള്ളന് സുവിശേഷം കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന് വേണ്ടി ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ആ നിമിഷം കുളിർമ നൽകിക്കൊണ്ടേയിരുന്നു. അവൻ ഗിവിങ് എൻഡിൽ നിന്നു. പ്രിയമുള്ളവരെ, നാം ഓരോ നിമിഷവും ഈ ഒരു ബോധ്യം നമ്മളിൽ ഉറപ്പിക്കണം. നാം ദൈവത്തെ സമീപിക്കുന്നത് നമുക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചിന്തയോടെയല്ല, കർത്താവെ എന്തെനിക്ക് ലോകത്തിനായിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ ദൈവത്തെ സമീപിക്കണമെന്ന് ഈ കള്ളൻ പഠിപ്പിക്കുന്നു. നമ്മൾ യഥാർത്ഥമായ ആരാധകരാണെങ്കിൽ നമ്മളൊന്നും ആവശ്യപ്പെടില്ല, ദൈവത്തോട് ഒന്നും ആവശ്യപ്പെടില്ല. നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും, ദൈവത്തിനായിട്ട് എങ്ങനെ എൻ്റെ ജീവിതം ഭരമേൽപ്പിക്കാൻ പറ്റുമെന്ന് ആയിരിക്കും ഒരു യഥാർത്ഥമായ ആരാധകൻ്റെ ചിന്ത. ഈ ദിവസങ്ങളിൽ ആണല്ലോ കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ചമ്മട്ടിയൊക്കെ എടുത്ത് കച്ചവടക്കാരെ അവൻ ശാസിച്ച് പുറത്താക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ കച്ചവടം എന്നുള്ളത് അക്ഷരാർത്ഥത്തിനപ്പുറം ഒരു ആത്മീയ തലത്തിൽ ചിന്തിച്ചു നോക്ക്. നമ്മൾ എത്രമാത്രം കച്ചവട മനോഭാവത്തോടു കൂടെയാണ് ദൈവത്തെ സമീപിക്കുന്നത്, ദൈവിക കാര്യങ്ങളെ സമീപിക്കുന്നത്. പള്ളിയിൽ വന്നാൽ എനിക്ക് എന്ത് ലഭിക്കും, പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും, ആ ദേവാലയത്തിൽ പോയാൽ എൻ്റെ ആ നിയോഗം നടക്കുമെങ്കിൽ പോകാം. എന്നാൽ എപ്പോഴെങ്കിലും ദൈവമേ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള ശരിക്കുമുള്ളൊരു ഇൻറ്റൻഷനോട് കൂടെ നമ്മൾ ദൈവത്തെ സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഇനി വരണം. നമ്മൾ നമ്മുടേതായിട്ടുള്ളതൊന്നും പറയാതെ, കാരണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട്, പുതിയ ഇസ്രായേലായിട്ട്, ദൈവത്തിൻ്റെ ജനമായിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം എല്ലാം ദൈവത്തിൻ്റെ വക്താക്കളായിട്ട് ഈ ലോകം മുഴുവൻ നേടുവാനായിട്ടാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളായിട്ടാണ്. അത് കണ്ടുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. അല്ലാതെ ദൈവത്തെ കൊണ്ട് എന്ത് ലാഭം എന്നുള്ള രീതിയിൽ നാം ദൈവിക രഹസ്യങ്ങളെ കാണരുത് എന്ന് ഈ കള്ളൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ലാസറിൻ്റെ സഹോദരിയായ മറിയയെ ഓർത്തു പോവുകയാണ്. ഞാൻ ഇച്ചിരി കുശുമ്പോടെയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് മറിയ. കാരണം അവൾ ദൈവത്തെ ആരാധിച്ച ഒരു അവൾ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ ഒരു ആഴം, അതിന് തുല്യം വയ്ക്കാൻ മറ്റൊരു സന്ദർഭവും എനിക്ക് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ അത്ര അട്രാക്റ്റ് ചെയ്തൊരു മൊമെൻറ്റ്. അവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ സംഭവം കാണുന്നതെങ്കിലും അവൾ ശിമയോൻ എന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ കർത്താവ് ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ വന്ന് വളരെ എക്സ്പെൻസീവായിട്ടുള്ള സ്വച്ഛജഡമാംസി തൈലം ഇല്ലെങ്കിൽ നാർദീൻ തൈലം, ഒരു ഹൈലി എക്സ്പെൻസീവായ ഒരു പെർഫ്യൂം പൊട്ടിച്ച് കർത്താവിൻ്റെ കാലിലൊഴിച്ച് അവൾ സുഗന്ധം പൂശുകയാണ്. ഇതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, മറിയയ്ക്ക് ഇതൊരു പിതൃസ്വത്തായിട്ട് ലഭിച്ചതാവാം എന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം യഹൂദരുടെ മരണാനന്തര ശുശ്രൂഷകളിൽ അവർ ഇതുപോലുള്ള എക്സ്പെൻസീവായിട്ടുള്ള പെർഫ്യൂംസ് ആ ബോഡിയെ പൂശാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ തൈലം, അല്ലെങ്കിൽ അവളുടെ തന്നെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതി വെച്ചിരുന്ന ആ തൈലം എടുത്ത് തൻ്റെ അരുമനാഥനായ ക്രിസ്തുവിൻ്റെ കാൽ മതിവരാതെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ ഒരു ഡീറ്റെയിൽ നമുക്ക് കാണാം. അവൾ ആ തൈലത്തിൻ്റെ ഭരണി പൊട്ടിച്ചു. തൈലത്തിൻ്റെ ഭരണി എന്നാൽ കുറച്ചൊഴിച്ച് അങ്ങ് തുടയ്ക്കാം എന്നല്ല അവൾ ചിന്തിച്ചത്. മുഴുവനായിട്ട് അത് അവന് വേണ്ടി കൊടുക്കുകയും ആ ഭരണി പൊട്ടിക്കുകയും ചെയ്തു. എന്തിനാണ് അവൾ ആ ഭരണി പൊട്ടിച്ചത്? കാരണം നമ്മൾ കൊടുക്കുന്നതിലും ഒരു കാര്യമുണ്ട്. അതായത് എന്ത് കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. ആ നിർധനയായ വിധവയുടെ കാണിക്ക കർത്താവിന് പ്രിയപ്പെട്ടതായി തീർന്നത് അവൾക്കുണ്ടായിരുന്നത് മുഴുവൻ അവൾ സമർപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാടുള്ളതിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് ദൈവം തന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ
ഒരു വലിയ തുറവിയോടുകൂടെ വിട്ടുകൊടുക്കാൻ നമുക്കൊരു മനസ്സ് വരുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഇതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടുന്നവയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്ക് ലഭിച്ച സർവ്വത്തെയും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായ വലിയ നിമിഷങ്ങളായിട്ട് മാറും. അപ്പോൾ 6 കാര്യങ്ങളാണ് ഈ കള്ളൻ നമ്മെ പഠിപ്പിച്ചത്. ഇനി ഇതിൻ്റെ റിസൾട്ടായിട്ട് ആ കള്ളൻ എന്ത് ലഭിച്ചു എന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കള്ളൻ ശരിക്കും പറഞ്ഞാൽ കർത്താവിനോട് പറയുന്നത്, കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവനെ സംബന്ധിച്ച് കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരിക എന്നുള്ളത് നമ്മൾ ആ സന്ദർഭമൊക്കെ മനസ്സിലേക്ക് എടുത്ത് ധ്യാനിക്കുമ്പോൾ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് മൊമെൻ്റാണ്. നീ വരുമ്പോൾ അത് ഉടനെ ഉണ്ടാകുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വരും എന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ എപ്പോൾ വരുമെന്നുള്ളത് അറിയില്ല. അത് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവന് കിട്ടിയ റിസൾട്ട് എന്താണ്? കർത്താവ് അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലായിരിക്കും. അതായത് അവൻ കണ്ട ഒരു കാലതാമസം കർത്താവ് എടുത്ത് മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കള്ളനിലൂടെ പഠിച്ച ഈ 6 പോയിൻ്റുകൾ, ഈ 6 സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് കാലതാമസം മാറും. നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ജീവിതത്തിൽ അനേകം കാലതാമസങ്ങളുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക്. അതിൻ്റെ മുകളിലെല്ലാം ഒരു ദൈവിക ഇടപെടലുകൾ പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായിട്ട് ആ കള്ളൻ ആഗ്രഹിച്ചത് എന്താ? ദൈവമേ, നീ എന്നെ ഓർക്കണമേ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർക്കണമേ, ജസ്റ്റ് റിമെമ്പർ മീ. പക്ഷേ ദൈവം എന്താ പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിക്കും. അപ്പോൾ അവൻ ആഗ്രഹിച്ചതിലും എത്രയോ അധികമായിട്ട് ദൈവം അവന് കൊടുക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ, നാം ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി നമുക്ക് അവനിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നമുക്ക് ചെയ്തു തരുവാൻ തന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് യേശുക്രിസ്തുവിലും സഭയിലും തലമുറയായും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ മടങ്ങധികം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. മൂന്നാമതായിട്ട്, അവൻ ചോദിക്കാതെ തന്നെ ദൈവം അവൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. അവൻ തന്നെ രക്ഷപ്പെടുത്തണമെന്നോ തന്നെ വിശുദ്ധനാക്കണമെന്നോ പറുദീസായിലൊരു സ്ഥാനം വേണമെന്നോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അവൻ ചോദിക്കാതെ തന്നെ അവൻ്റെ നിയോഗങ്ങളുടെ മേൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നാം പറയുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. നാലാമതായിട്ടാണ് നമ്മൾ ആദ്യം ചിന്തിച്ച ഒരു വചനഭാഗം ഇവിടെ അന്വർത്ഥമാകുന്നത്. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തുടങ്ങിയൊരു ജീവിതം, ഒരു തീവ്രവാദിയും കൊള്ളക്കാരനുമൊക്കെ ആയിട്ട് ജീവിച്ച് ക്രൂശന്മേൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു ശപിക്കപ്പെട്ടവനായിട്ട് അവശേഷിക്കേണ്ടുന്നവനായിരുന്നു. എന്നാൽ തനിക്ക് കിട്ടിയ നിമിഷത്തിൽ ആ കിട്ടിയ റിസോഴ്സസ് വെച്ച് അവൻ ദൈവത്തെ ഏറ്റെടുത്ത് ദൈവത്തിനായിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവൻ്റെ അന്ത്യം ഒരു വിശുദ്ധനായിട്ട് മാറ്റപ്പെടുകയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം, എത്രയോ ജനറേഷൻസിനും ഇപ്പുറം നിന്നുകൊണ്ട് ജനങ്ങൾ പ്രഘോഷിക്കുന്ന തലത്തിലുള്ള ഒരു വലിയ വിശുദ്ധനായിട്ട് അവൻ മാറ്റപ്പെട്ടു. അപ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഇത്ര കാര്യത്തിൽ അവൻ ശ്രദ്ധ വെച്ച് തൻ്റെ ജീവിതം ദൈവത്തിന് കൊടുത്തപ്പോൾ അവന് ലഭിച്ചത്. ഈ ചിന്തകളെല്ലാം നമ്മേവരെയും പുളിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനഭാഗമെല്ലാം ഒരു ഊർജ്ജമായിട്ട് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുവചന ഭാഗങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഈ ദേവാലയത്തിനോടുമുള്ള എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.